ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൊങ്കാല സാധനങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കുഞ്ഞ് ഐസ്ക്രീം പാത്രത്തിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുന്തിരിങ്ങ കഴുകാനെടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ ഇതുപോലെ കുഞ്ഞ് ഐസ്ക്രീം പാട്ടകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ലാഭിക്കാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം കുഞ്ഞ് പാത്രങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുക. കവറിൽ നിന്ന് അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിങ്ങയുടെയും കവറിൽ നിന്ന് പൊട്ടിച്ചതുപോലെ ഡപ്പയ്ക്കകത്താക്കി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ 2 ഡപ്പയ്ക്കകത്ത് ഞാൻ മുന്തിരിയും അണ്ടിപ്പരിപ്പും ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ പൊങ്കാല എവിടെ ഇട്ടാലും അത് കഴിയുമ്പം കലം കഴുകി തേച്ച് വെയിലത്ത് ഉണക്കി ഇതുപോലൊരു കവറിനകത്ത് കെട്ടി വെക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കല വരുന്നോളും കേട്ടോ. അപ്പോൾ വാഴയില അടച്ച് വെക്കാൻ എടുക്കാതെ കഴിവതൊരു അടപ്പ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി പൊങ്കാല നമുക്ക് ഇളക്കാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു തവി, കുടുവൻ തവിയോ പരന്ന തവിയോ ഒരെണ്ണം എടുക്കുക. അതിനുശേഷം ശർക്കര അവിടെ ചെന്ന് പൊടിക്കാൻ നിൽക്കാതെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ ശർക്കര കഴിവതും പൊടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. അതായത് നമ്മൾ പായസത്തിനകത്ത് ഇടുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശർക്കര അങ്ങ് അലിഞ്ഞ് ചേർന്നോളും. പായസത്തിന് നല്ല രുചിയും കിട്ടും കേട്ടോ. അടിക്കട്ടിയായിട്ട് കിടക്കത്തതുമില്ല, അടി പിടിക്കത്തതുമില്ല. അതിനാണ് നമ്മൾ ശർക്കര ഇവിടുന്ന് അങ്ങ് ഇടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ അതും ഞാൻ ഒരു ഐസ്ക്രീമിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്നവർ പ്രധാനമായിട്ടും ഒരു തോർത്ത് കയ്യിൽ കരുതിക്കോണം. നമ്മൾ ഉടുക്കുന്ന ഡ്രസ്സിൻ്റെ, ചുരിദാറായാലും സാരി ആയാലും ഉടുക്കുന്ന ഡ്രസ്സിൻ്റെ മീതെ നമുക്കൊന്ന് തോർത്തുടുക്കാനായിട്ടാണ് കേട്ടോ. അങ്ങനെ വേണം പൊങ്കാല ഇടേണ്ടത്. ഇനി അരി എടുക്കുവാണ് ഞാനിവിടെ ഒരു നാഴി അരിയും പിന്നെ ഒരു കയ്യിൽ കൊള്ളാവുന്ന ഒരു കൈപ്പിടി അരി വേണം എടുത്തേക്കുന്നത്. ഇനി അതേ പാത്രത്തിനകത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും നെയ്യും കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി വിളക്കിന് ആവശ്യമായ സാധനങ്ങൾ വിളക്കെണ്ണ, കർപ്പൂരം, ഒരു ലൈറ്റർ എടുത്തിട്ടുണ്ട്. തീപ്പെട്ടിക്ക് വരും ലൈറ്ററാണ് നല്ലത്. വിളക്കിൽ തിരി, പിന്നെ പഴം മുറിക്കാനാണ് ആ ഒരു കത്തി എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ വിളക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ചട്ടി വിളക്കായാലും മതിയേ. എന്നിട്ട് പിന്നെ ചന്ദനത്തിരി, ഇത്രയും സാധനങ്ങളാണ്. ഇതെല്ലാം കൂടെ ഞാൻ ആ ഒരു ബക്കറ്റ് വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ബക്കറ്റ് നമുക്ക് അവിടെ ചെല്ലുമ്പം വെള്ളം എടുക്കാനാണ് കേട്ടോ. വെള്ളം എടുത്ത് നമ്മുടെ അടുത്ത് എപ്പോഴും വെച്ചേക്കാനാണ്. ഇനി തേങ്ങ നിങ്ങൾ കൈകൊണ്ട് ഞെവിടി ചേർക്കാൻ നിൽക്കേണ്ട. അതിന് പകരം നിങ്ങൾ ഒരു മുറി തേങ്ങ തിരിങ്ങിയെടുത്ത് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തൊന്ന് അടിച്ച് കുഞ്ഞ് അടുക്ക് പാത്രമോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു പാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് കൊള്ളുന്ന രീതിയിലൊന്ന് അടച്ച് വെക്കുക. ഇതാകുമ്പോൾ നമ്മുടെ പായസത്തിന് ഭയങ്കര രുചിയായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ വാഴയില മസ്റ്റായിട്ട് എടുക്കണം. കുറച്ച് വാഴയില ഞാൻ കീറിയെടുത്തത് കർപ്പൂരം ഒഴിയാനാണ്. ഇനി നമ്മൾ കൊണ്ടുപോകുന്ന നല്ല അടിക്കട്ടിയുള്ളൊരു ബിഷോപ്പർ ആയിരിക്കണം. സഞ്ചിയുടെ ബിഷോപ്പറാണെങ്കിൽ നല്ലത്. ആ ബിഷോപ്പറിനകത്ത് കലവും കാര്യങ്ങളും എല്ലാം ഇറക്കി വെക്കുന്നതിന് മുമ്പ് അടിക്കട്ടിയുള്ളൊരു പേപ്പർ ഇടാൻ മറക്കരുത് കേട്ടോ. കാര്യം ചൂടുള്ള പൊങ്കാല പായസവും കരിയുമായിരിക്കും. അപ്പോൾ നമ്മുടെ അത് അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് നല്ലതാണ്. പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും ഒരു കുപ്പിയൊക്കെ എടുത്ത് എപ്പോഴും കൈ വെച്ചേക്കണം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ജ്യൂസും കാര്യങ്ങളും ഒക്കെ ആറ്റുകാലായതുകൊണ്ട് കിട്ടും. ഇതൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് കുപ്പിയൊക്കെ വേണം നമ്മുടെ കയ്യിൽ. പിന്നെ പൊത്താനെടുക്കുക. അവിടെ ചെല്ലുമ്പോൾ വാഴയില ഇട്ട് പുഷ്പങ്ങൾ കൈ കരുതണം കേട്ടോ. ജമന്തിപ്പൂ എന്തെങ്കിലും ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോവുക. അങ്ങനെ അതെല്ലാം നമ്മൾ ഒരുക്കി വെച്ചതിന് ശേഷം അടുപ്പിൽ ആദ്യം നമ്മൾ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൊതുമ്പാണ്. കൊതുമ്പ് വെച്ച് കഴിയുമ്പോൾ 2 കർപ്പൂരം കൂടെ പൊടിച്ച് ഇട്ട് കൊടുക്കുക. അന്നേരം പെട്ടെന്ന് അടുപ്പിൽ തീ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ കഴിവതും സാരിയോ സെറ്റ് സാരിയോ ഒക്കെ ഉടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുക. തീയാണ്, അകലം പാലിച്ച് നിൽക്കുക. അപ്പം എല്ലാവർക്കും ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല